ഹലോ, ഇന്ന് നമുക്ക് അമ്പലപ്പറമ്പിൽ ഉത്സവം കൂടാൻ പോയാലോ? ഇവിടെ നിറച്ച് ഉത്സവങ്ങളാണ് കേട്ടോ. നാട്ടിലെ ഉത്സവങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കുറയ്ക്കാതെ ഇവിടുത്തെ ഉത്സവങ്ങളിലൊക്കെ പങ്കുചേരുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഉത്സവപ്പറമ്പിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ദേ വലിയൊരു ക്യൂവ്, ഞങ്ങളും കയറി നിന്നു ആ ക്യൂവിൽ. നമ്മുടെ അന്നദാനത്തിലുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പം ആന എഴുന്നള്ളിപ്പിനായിട്ട് അവിടെ റെഡിയായി വന്ന് നിൽപ്പുണ്ട്. പോകുന്ന വഴിയിൽ ഇതേ കുറേ ചേട്ടന്മാർ ഇതുപോലെ കമ്മൽ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കമ്മലുകൾ 100 രൂപയും 50 രൂപയും 60 രൂപയൊക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി കമ്മലുകളുണ്ട്, പല പല കളേഴ്സിൽ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് കണ്ണു വെച്ചിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യൂലായതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ക്യൂ പതുക്കെ പതുക്കെ നീങ്ങി നമ്മുടെ സദ്യ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാമ്പാറും മോരും അവിയലും പിന്നെ ഒരു അച്ചാറും പിന്നെ ഒരു പായസവും രസവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. പിന്നെ അമ്പലത്തിലെ സദ്യ എന്നൊക്കെ പറയുന്നതിന് പ്രത്യേക ടേസ്റ്റാണല്ലേ. നമുക്കൊരു കറി തന്നെ മതി, ആ ഒരു സാമ്പാർ മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പം അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായി. ഞാനും മക്കളും അങ്ങനെ നമ്മുടെ അയൽവക്കക്കാരും എല്ലാവരും കൂടിയിട്ടാണ് ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ആൽത്തറയിൽ അവിടെ എഴുന്നള്ളിപ്പിനായിട്ട് ആനയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഈ പഞ്ചാരിമേളയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നിന്നു. പിന്നെ നമ്മുടെ സ്ഥിര കലാപരിപാടികൾ തന്നെ. നമുക്ക് എന്തായാലും അമ്പലപ്പുറം പോയി കഴിഞ്ഞാൽ ഒന്നും ഇറങ്ങാതിരിക്കാൻ തോന്നില്ലല്ലോ. എന്തെങ്കിലും വാങ്ങിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് കേട്ടോ. അപ്പോൾ തിരിഞ്ഞ് കളിച്ചിട്ട് അവനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതിൻ്റെ ബഹളമാണ് ഇത് ഈ കാണുന്നത്. എന്നെ ക്യാമറയിൽ പതിക്കണ്ട, ഞാനില്ല, അയ്യോ അമ്മോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ കിട്ടുന്നത്, അവൻ്റെ ചേച്ചിക്കും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് കളിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലപ്പറമ്പിലെ വിശേഷങ്ങൾ.